60 വർഷം മുൻപ് കൊല്ലപ്പെട്ട ആഫ്രോ അമേരിക്കൻ വിപ്ലവകാരിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മാൽക്കം എക്സിന്റെ മരണത്തിൽ US ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി മക്കൾ. CIA, FBI, NYPD എന്നിവയ്ക്കെതിരെ $100 മില്യൺ കേസാണ് കുടുംബം ഫയൽ ചെയ്തിരിക്കുന്നത്. 1965-ലാണ് മാൽക്കം എക്സ് കൊല്ലപ്പെടുന്നത്. മാൽക്കം എക്സിന്റെ മക്കളായ ഇല്യാസ ഷബാസയും മറ്റ് കുടുംബാംഗങ്ങളുമാണ് CIA, FBI, ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനുമെതിരെ $100 മില്യൺ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മാൽക്കമിനെ കൊല്ലാനുള്ള ഗൂഢാലോചന പദ്ധതിയെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും ഏജൻസികൾ തടഞ്ഞില്ലെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയത്. ഈ അന്വേഷണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ ബെൻ ക്രബ് വ്യക്തമാക്കി. എന്നാൽ FBI, CIA തുടങ്ങിയ ഏജൻസികൾ ഈ ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല. നിയമപാലകരും കൊലയാളികളും തമ്മിലുള്ള നിയമവിരുദ്ധ ബന്ധം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് മാൽക്കം എക്സിന്റെ മക്കൾ നൽകിയ കേസിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാൽക്കമിന്റെ അംഗരക്ഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിപാടി നടന്ന ബോൾ റൂമിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പോലീസ് മനഃപൂർവ്വം മാറ്റുകയും ചെയ്തു. കൊലപാതക സമയത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജന്റുമാർ ബോൾ റൂമിൽ ഉണ്ടായിരുന്നിട്ട് പോലും നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നും കേസിൽ പറയുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടരുന്ന തർക്കങ്ങളുടെ പുതിയ വഴിത്തിരിവായിരിക്കും ഇത്. കറുത്ത വംശജർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ പോരാട്ടം നടത്തിയ ആഫ്രോ അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു മാൽക്കം എക്സ് എന്നറിയപ്പെടുന്ന മാൽക്കം ലിറ്റിൽ. നേഷൻ ഓഫ് ഇസ്ലാമിന്റെ ദേശീയ വക്താവായി മാൽക്കം മാറി. എന്നാൽ പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്തുപോയ മാൽക്കമിന് നേരെ നിരവധി വധഭീഷണികൾ നിലനിന്നിരുന്നു. 1965 ഫെബ്രുവരിയിലാണ് മാൽക്കം കൊല്ലപ്പെടുന്നത്. ന്യൂയോർക്കിൽ ഓഡ്ബോൺ ബോൾ റൂമിലെ ഒരു ചടങ്ങിനിടെ സംസാരിക്കുന്നതിനിടയിൽ ആയുധധാരികളായ 3 പേർ അദ്ദേഹത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൊലപാതകികളിൽ ഒരാൾ തൽമത് ഗെ ഹെയർ നാഷൻ ഓഫ് ഇസ്ലാമിൽ അംഗമായിരുന്നുവെന്നും സമ്മതിച്ചിട്ടുണ്ട്. 2021 3 പേരിൽ 2 പേരെ കോടതി കുറ്റവിമുക്തരാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.